സോ ഹലോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്കൈമിങ് വേണ്ടി. അപ്പോൾ ഗൈസ്, നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മളെ ചാനൽ പുതുതായി പുതുക്കി പണിയാൻ ഗൈസ്. ഓക്കെ, അപ്പോൾ എനിക്ക് അലർജിയുടെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് സൗണ്ടിന് ഒരു ചെറിയ മാറ്റം വരും. അത് നിങ്ങൾ വിഷയമാക്കരുത്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകുകയാണ്. അപ്പോൾ നമ്മളൊന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. ഓക്കെ, നമ്മളൊന്നൊരു ഹാർഡ് കോർ മൈൻക്രാഫ്റ്റിൻ്റെ ആൾക്കാണ്. ഹാർഡ് കോർ സീരീസ് ആണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അത് നമ്മളെന്തായാലും ഹാർഡ് കോർ മോഡിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബെഡ്റോക്ക് എഡിഷൻ ആണോ, 1.21 ആണ് ഇതിൻ്റെ വെർഷൻ. ഓക്കെ, CD ഞാനിപ്പോൾ കൊടുക്കാം. 1 2 3 4 5 6 7 8 9 9 8 7 6 5 4 3 2 1. വല്ലാത്ത ജാതി സീഡാണ്, എന്നാലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഓക്കെ, നമ്മളെന്തായാലും ഈ സീഡാണ് ഇട്ട് കളിക്കാൻ പോകുന്നത്. എനിക്ക് പെട്ടെന്നൊരു സീഡ് തോന്നി, അപ്പോൾ അതാണ് ഞാൻ പെട്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം. 2000 years later. അങ്ങനെ കഴിച്ച് ഇത് ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഒരു കാട്ടിലാണ് ജനിച്ചിട്ടുള്ളത്. നമ്മൾ കാടിൻ്റെ മകനായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ മാത്രമേ ഉണ്ടാകുള്ളൂ. വരും അപ്ഡേറ്റിൽ നിങ്ങൾക്കറിയാമല്ലോ കാടും മരം എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ വിശദീകരിച്ച് തരണമില്ല. അപ്പോൾ നമ്മളെന്തായാലും മരം മുറിക്കുക. അപ്പോൾ പതിവ് പോലെ തന്നെ മരം മുറിക്കുക. ഇതിപ്പോൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, കാരണം ഇതിനു മുമ്പ് ഞാൻ കുറച്ച് സീരിയസ് ഇട്ടിരുന്നു. അതൊക്കെ ബെസ്റ്റായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ സീരീസ് കാണാത്തവരും എൻ്റെ ചാനൽ പെട്ടെന്ന് എടുത്ത് കാണുക. ഞാനിപ്പോൾ സെക്കൻഡ് ചാനലും ഈ വീഡിയോ ഇടുന്നുണ്ട്, ഫസ്റ്റ് ചാനലും വീഡിയോ ഇടുന്നുണ്ട്. ഫസ്റ്റ് ചാനലിപ്പോൾ ഞാൻ വീഡിയോ എടുത്തതിന് കാരണം വെച്ചാൽ ആ ഒരു മൊബൈലിലാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ആ മൊബൈൽ എന്തോ ഒരു ഹാങ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മൊബൈലിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല സ്മൂത്തായിട്ട് പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നോക്കണം. എന്നാലും നമുക്ക് ഇവിടെ ഇറങ്ങണോ? വേണ്ട, നമുക്ക് ഇവിടെ ഇറങ്ങിയ പണി കിട്ടുന്നതിനാൽ നമ്മൾ വേറെ ചെറിയൊരു ഇതിലോട്ട് പോവുകയാണ്. ഓക്കെ, എന്തായാലും ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു പിക്കാക്സും പിന്നെ ആക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, എന്നാലും നമുക്ക് സ്റ്റോണേജ് കിട്ടുള്ളൂ. കാരണം സ്റ്റോണേജ് കിട്ടിയാലേ ഫുഡിനേക്കാളും ഫാസ്റ്റിൽ നമുക്ക് മുറിക്കാനും വെട്ടാനും ഒക്കെ പറ്റുള്ളൂ ഗൈസ്. അങ്ങനെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ വെട്ടിയിട്ട് നമ്മൾ എന്തായാലും വേറെ സ്ഥലത്തോട്ട് പോകുകയാണ്. കാരണം നമുക്ക് ഇവിടെ നിന്നാൽ അതാണ് ഒരു പിഗ് ഉണ്ട്. ഇനി നമുക്ക് ആ പിഗിനെ കൊല്ലാൻ നിന്നാലേ നമുക്ക് ഫുഡ് റെഡി ആകുള്ളൂ. ഓക്കെ, പിന്നെ അടിയിൽ പറയാൻ വിട്ടുപോയി, എന്താ പറയുക, കുണാക്കേവ് പോലെ കുട്ടേട്ടനെ വിളിക്കേണ്ടി വരും. നമുക്ക് ആ പിഗിനെ അതിലോട്ട് തള്ളിയിട്ടാലോ? എന്നാൽ ബുദ്ധിണ്ട്. എടാ, നീ അതിലോട്ടൊന്ന് ചാടിയാൽ 50 ഉറുപ്പ്യ വരും. എന്നാൽ താടാ 50 ഉറുപ്പ്യ. പോടാ, ഞാൻ വെറുതെ പറഞ്ഞ. എടാ പട്ടി, നീനെ ചതിച്ചല്ലടാ. ഉറപ്പുണ്ടടാ ഈ മൈൻക്രാഫ്റ്റിൽ എവിടുന്നാടാ പൈസ കിട്ടാന്ന്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ, വെയിറ്റ് ചെയ്യ്. പിന്നെ നീ എന്നെ വലത്തും. ഓക്കെ, നമ്മൾ ആ പിഗിൻ്റെ ശാപം കൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. അത് വിഷയമാക്കണ്ടേ, നമുക്ക് ചില ശാപം കൊണ്ട് അതുകൊണ്ട് ഷീപ്പ് കൊല്ലണം അതിനെ, എന്നാലും നമുക്ക് ബെഡ് റെഡി ആവുള്ളൂ. ഓക്കെ, ഈ ഒരു വീഡിയോ പുതിയതായി കാണുമെങ്കിൽ ഞാൻ പറയാം, ഈ മൈൻക്രാഫ്റ്റ് എങ്ങനെ കളിക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താനും പിന്നെ സീരീസുകളും നിങ്ങൾക്ക് തമാശക്ക് കാണാനും അതിനൊക്കെയാണ് ഈ സീരീസ് മുന്നോട്ട് പോണത്. അപ്പോൾ നമ്മളെന്തായാലും ഈ ബെഡ് ഉണ്ടാക്കണം. അതിനാദ്യം നമുക്ക് ഷീപ്പ് വേണം. ഷീപ്പ് പറഞ്ഞാൽ എന്താ? ആട്, ഉറമാടല്ല, ചെമ്മലിയാട്. ഓക്കെ, ആ ചെമ്മലിയാടിൻ്റെ ഇതായിട്ടാണല്ലോ, എന്താ ഇപ്പോൾ അതിൻ്റെ തൊലിയായിട്ടാണല്ലോ നമ്മൾ നല്ല പഞ്ഞു പോലുള്ള കുപ്പായങ്ങളും പുതപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പഞ്ഞു പോലുള്ള ഒരു ബെഡും കാര്യങ്ങളൊക്കെ അതിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൊല്ലണമെന്നില്ല, പിന്നെ വേറെയും വഴിയൂടെ ബെഡ് ഉണ്ടാക്കാം. ഞാൻ പഠിപ്പിച്ച് തരാം. അതിനായിട്ട് എൻ്റെ അടിയിൽ വിട്ടുപോയി പറയാൻ, ഞാൻ മുമ്പ് സീരീസ് നടത്തിയിരുന്നു. ആ സീരീസിൻ്റെ ഒക്കെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അത് പോയി കാണാം. അതിനത്ര 9 പാർട്ടൊക്കെ ഇട്ടിരുന്നു, 9-10 ഇട്ടിരുന്നു. ഓക്കെ, ഇത് അതേപോലെ വേസ്റ്റ് ആക്കൂല ഞാൻ. ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പിന്നെ ഇത് ഞാൻ കുറേ മുമ്പ് മിനിഞ്ഞാന്നൊക്കെ എടുത്ത് വെച്ച വീഡിയോ ആണ്. പക്ഷേ സാഹചര്യം കൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല. ഒന്നുമില്ലടേ, ഓരോരോ സാഹചര്യം അല്ലേ, അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ വോയിസ് ഓവറും പിന്നെ എഡിറ്റിങ്ങൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും തണ്ണിമത്തൻ കണ്ടു, തണ്ണിമത്തന് ഞാൻ മുറിക്കണ്. ചെറിയ തണ്ണിമത്തൻ കാണാം, മഞ്ഞ. ഞാൻ ഈ ദിവസം ക്രിയേറ്റീവ് വന്നു, എനിക്ക് മൈൻക്രാഫ്റ്റ് അറിയില്ല, ക്രിയേറ്റീവ് കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിരുന്നു. ജംഗിളിന് ഇത് ഏത് ഭയമാണെന്ന് വെച്ചാൽ അറിയില്ല. ഇതാണ് ഐലൻഡ്. ഓക്കെ, ചുറ്റിക്കറങ്ങിൻ്റെ അടിയിൽ ഞാൻ ഒരു മഞ്ഞ കളർ വത്തക്ക മുറിച്ച് നോക്കിയപ്പോൾ അതിനുള്ളിൽ മഞ്ഞ, ചുവപ്പല്ല മഞ്ഞ. അപ്പോൾ ഞാൻ കരുതി ഇതെന്തത് മഞ്ഞ, സാധാരണ നമുക്ക് ചുവപ്പല്ല കിട്ടല് ആലോചിച്ചിരുന്നു. പിന്നെ മനസ്സിലായത് മഞ്ഞ വത്തക്ക ഉണ്ടെന്ന്. ഓക്കെ, നമ്മളെന്തായാലും
ഐലൻഡിലെത്തിയിട്ടുണ്ട് എൻ്റെ മോനത്. അയ്യോ, സവാന വില്ലേജ് ആണല്ലോ. ചിലപ്പോൾ വില്ലേജ് ഉണ്ടാവും. സവാന ബയോമാണ്, വില്ലേജ് അല്ല. എന്തായാലും ഇവിടെ വില്ലേജ് ഉണ്ടാക്കും, നമുക്ക് അങ്ങോട്ട് പോകാം. അയ്യാ, രക്ഷിക്കണേ. ഇതാ, അയ്യോ പിന്നെ പോയിക്കാടിയോ. ഇതാ പിഗിൻ്റെ ശാപക്കാരം. അയ്യോ, ശാപങ്ങളൊക്കെ പോട്ടെ. അയ്യോ, ശാപങ്ങളൊക്കെ വെക്കും. ഞങ്ങളിനി നേരെ ഇതൊക്കെ സ്റ്റോണേജ് ആയല്ലോ, സ്റ്റോണ് കിട്ടിയല്ലോ. അപ്പം ഒന്ന് മുറിച്ചിട്ട് നമുക്ക് പോകാം. ഇതൊക്കെ നമ്മൾ മുറിച്ച് മാറ്റണം. ഇതൊക്കെ എത്രയോ കുറേ ഉണ്ടായാലേ നമുക്ക് പിന്നെയും സാധനങ്ങൾ ഇതാക്കുള്ളൂ. ഈ ഇതായിട്ട് മുറിക്കുമ്പോൾ വുഡൻ പിക്കാക്സ് മുറിക്കുമ്പോൾ നിങ്ങളെ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചു. അതായത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇപ്പോൾ ഇത് മെല്ലെ പാകത്തിന് മുറിക്കുന്നത്. ഇനി ഞാൻ അടുത്ത എപ്പിസോഡിൽ തോന്നുന്നു പിക്കാക്സ് സ്റ്റോൺ ആക്കുമ്പോൾ ഇത് എത്ര പെട്ടെന്നാണ് മൂവ് ആകണമെന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും, എത്ര പെട്ടെന്ന് ഫാസ്റ്റിൽ പോകണമെന്ന്. ഓക്കെ, നമ്മളെന്തായാലും സ്റ്റോണൊക്കെ മുറിച്ച് മാറ്റുന്നുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചുകൊണ്ട് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കണം. നമ്മൾ അതിലുള്ള വുഡൊക്കെ സ്റ്റിക്കാക്കിയാണ് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ്ട് സ്റ്റോൺ പിക്കാക്സിൻ്റെ അച്ചീവ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി സ്റ്റിക്ക് ആവശ്യമുണ്ട്, എന്നാലേ നമുക്ക് വേറെയും കുറേ സാധനം ഉണ്ടാക്കാമല്ലോ. നമുക്ക് സോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബൈ കേസവാ. എന്തായാലും പിക്കാക്സ് പൊട്ടിക്കാണ്ട്. എന്തിനാ കൈ കൊണ്ട് പൊട്ടിക്കണം, ആക്സിറ്റ് പൊട്ടിക്കോ. ഇനി കണ്ടോ, ഇനി നമുക്ക് സോഡൊക്കെ പുല്ല് വെക്കാം, എന്നാലേ ശത്രുക്കൾ വരുമ്പോൾ ഫുഷ് വെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് വില്ലേജ് കണ്ടുപിടിക്കണം. വില്ലേജ് കണ്ടുപിടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ സാധനങ്ങൾ മോഷ്ടിക്കാനോ അതിനൊന്നുമല്ല. വില്ലേജ് കണ്ടുപിടിച്ചാൽ ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ അവിടെ നമ്മൾ ഒരു വില്ലേജ് കണ്ടുപിടിച്ചാൽ പിന്നെ അവിടുത്തെ രാജാവ് ആരാ? അയങ്കോളമല്ല, അയങ്കോളത്തിനൊക്കെ തല്ലി കൊല്ലും. ഓക്കെ, നമ്മളിപ്പോൾ 3 ഷേപ്പിനെ കൊന്നുകൊണ്ട് നമുക്ക് ഇനി ബെഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും മാമത്തില്ല. ഇതാ വില്ലേജ് ട്രേഡറിൻ്റെ അടുത്ത് ഉണ്ടാവണില്ല. ഇത് തുപ്പോ, അതേ തുപ്പി. ഇനി തുപ്പിച്ച് മണ്ട ഹാർഡ് കോറാണ്. വല്ലാതെ കളിച്ചാൽ നിൽക്കണ്ട. ഹാർഡ് കോറായാൽ പിന്നെ പറയാലോ, പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. ഒരട്ടം ചെത്താൽ പിന്നെ ചെത്ത തന്നെയാണ്. അതായത് റിയൽ ലൈഫിൽ എങ്ങനെയാണ് അതേപോലെ നമ്മൾ ഒരട്ടം ചെത്താൽ പിന്നെ നമുക്ക് ജീവൻ വരില്ലല്ലോ. അതായത് ഒറിജിനലായിട്ട് ചാകുമ്പോൾ കേട്ടോ, ഒറിജിനലായിട്ട് മരിക്കുമ്പോൾ പിന്നെ നമുക്ക് ജീവൻ വരില്ലല്ലോ. അതേപോലെ തന്നെ ഹാർഡ് കോറിൽ എല്ലാ ഹാർട്ടും കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവൻ വരില്ല. നമ്മളെന്തായാലും അവിടെ എന്തോന്ന് കണ്ടുകണി, നമുക്കെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. നേരെ അങ്ങോട്ട് ചാടാം. ഓക്കെ, ഇവിടെ ഷീപ്പ് നമ്മളെ നോക്കണേ. അവിടേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ വില്ലേജ്. എൻ്റെ മോനെ, ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചാടി ഇങ്ങോട്ട് വന്ന് ഈ വെള്ളമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആകെ മുട്ടു. കാരണം നമ്മൾ സംസാരത്തിനിടയിൽ ഒരു വില്ലേജ് കണ്ട് പറയുമ്പോൾ എൻ്റെ മോനെ ആ ഒരു തിടുക്കം, എൻ്റെ മോനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അല്ല, ഇന്ന് നടക്കും. അല്ല യസ്മ, കളി നടക്കും. ഉറപ്പ്. നമ്പിക്കില്ല. ഇന്ന് മുതൽ നല്ല കാലം വരും. പെട്ടിയും വരും. അങ്ങനെ നമ്മൾ വില്ലേജറിൻ്റെ ആ ഒരു ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മുമ്പ് ഇതേപോലെ ഇതെല്ലാം സീരിയസിലല്ല, ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ വില്ലേജൊക്കെ കാണുമ്പോൾ ഒരു തരിപ്പാണ്. ഇപ്പം ഒന്നുമില്ല, അപ്പോഴാണ് മനസ്സിലായത്. ഇപ്പം ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് കാണും, അതിൽ കുറേ ആൾക്കാർ ഇതേപോലെ വില്ലേജ് കിട്ടിയാൽ സന്തോഷിക്കുകയാണ്. പക്ഷേ എനിക്കൊരു തരിപ്പാണ് കഴിച്ചത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കണ്ടപ്പോഴല്ലേ മനസ്സിലായത് ഇവരുടെ നിന്ന് കുറേ ഉപകാരങ്ങളുണ്ട്. പിന്നെ വില്ലേജ് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം വരും, തരിപ്പൊക്കെ പോകും. അപ്പോൾ ഗൈസ് ഇവിടെ നല്ല അടിപൊളി ഇതെന്തോ കുറേ വീറ്റും ഫോർമൊക്കെ നടത്തിയിട്ടുണ്ട്. ബല വീറ്റ് തന്നെ കൊടുത്തുകൊണ്ട് ഇബൾക്ക് തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാം. അതാണ് എൻ്റെ ബുദ്ധി. ഏതാണ് സന്ധ്യ ആകാനായിട്ടുണ്ട്. ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്തായാലും അയങ്കോളൊക്കെ ഉണ്ട്. നീലക്കണ്ണൻ, ചുവപ്പ് കണ്ണനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. അടുത്തൊരു വീഡിയോ പാർട്ട് 2 ആയിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.